പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഞാൻ അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഈ പ്രഭാതത്തിൽ എത്രയോ പേരാണമ്മേ ഈ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കണത്. അവർക്ക് എവിടെ എന്തെല്ലാമോ കാര്യങ്ങളുണ്ട്. ഇന്ന് അവരുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങളുണ്ട്. കർത്താവേ, അങ്ങയുടെ മക്കളുടെ കഴിവിൽ നിൽക്കാത്ത കാര്യങ്ങൾ, ആ കാര്യങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭയവും പേടിയും പ്രയാസവും സങ്കടവും നിരാശയും ഒക്കെ തോന്നുന്ന വിഷയങ്ങൾ, വ്യക്തികൾ, അതെല്ലാം യേശുക്രിസ്തു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കള് ഇനി സമാധാനത്തിൽ വിട്ടേക്കണമെന്ന് പറഞ്ഞില്ലേ യേശു. ഞങ്ങളുടെ ദാസനെ എൻ്റെ രക്ഷ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിരിക്കുന്നു. അങ്ങയുടെ ദാസനെ സമാധാനം വിട്ടേക്ക്. സമയം ദീർഘദർശി പറഞ്ഞതുപോലെ അങ്ങയുടെ മക്കൾ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം സമാധാനം കണ്ടെത്താൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ ജീവിത ചിന്തകളെ
നിങ്ങളിന്ന് പോകാനിരിക്കുന്ന ഇടങ്ങൾ, സംസാരിക്കുന്ന വ്യക്തികൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, എഴുതുന്ന രേഖകൾ, എൻ്റെ മക്കള് ജീവിത ഉപായത്തിന് വേണ്ടിയും മേൽഗതിക്ക് വേണ്ടിയും ജോലിക്ക് വേണ്ടിയും ജോലിയുടെ അനുബന്ധ കാര്യങ്ങൾക്ക് വേണ്ടിയും എവിടെയെല്ലാം യാത്ര ചെയ്യുന്നു, ആരെല്ലാം സംസാരിക്കുന്നു, ഫോൺ ചെയ്തിട്ട് എന്തെങ്കിലും ഡേറ്റോ കാര്യമോ തീരുമാനമോ വാക്കോ പ്രവൃത്തിയോ തീരുമാനമോ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്നു. അതെല്ലാം മക്കൾക്ക് അനുകൂലമാവുകയും അത് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. എൻ്റെ കർത്താവ്, മനുഷ്യൻ്റെ ഭീഷണി കാരണം മനസ്സിന് സമാധാനം നഷ്ടപ്പെട്ടവരെ, നീ ഏത് ഭവനത്തിൽ പ്രവേശിച്ചാലും ആ ഭവന സമാധാന ആശംസ അറിയിച്ച കർത്താവേ, നിന്റെ നാമത്തിൽ നെഞ്ചിലും നെറ്റിലും മുദ്ര വാങ്ങി നിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെയും ആരും ഭിക്ഷപ്പെടുത്താൻ അനുവദിക്കരുത് കർത്താവേ. അവരെല്ലാം ശത്രുക്കളെ കാണുക വിരുന്നൊരുക്കുന്ന ദൈവത്തിൻ്റെ ശക്തിവിശേഷം നിനക്കായി വിരുന്നൊരുക്കട്ടെ. എൻ്റെ എല്ലാ ശത്രുക്കളുടെ മുന്നിൽ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വീശ്വര എന്നേക്കും ആമേൻ. ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടാൻ പോകുന്നെന്ന് വേണം വിശ്വാസി കരുതാൻ. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്ന് പറയരുത്. ചില ആൾക്കാർ പറയത്തില്ലേ, ഞാൻ ദൈവത്തിനോട് അധികം അടുക്കണില്ല, അധികം അടുത്ത അപകടമാണ്, അധികം അടുത്ത സങ്കടമായിരിക്കും. എൻ്റെ മക്കളെ അടുത്താലും അടുത്തില്ലെങ്കിലും ഓരോരുത്തരുടെ ഭാരങ്ങൾ അവനോ വഹിച്ചേ പറ്റത്തുള്ളൂ. ഗലാത്യർ 6:5 എന്തെന്നാൽ ഓരോരുത്തരും സ്വന്തം ഭാരം വഹിച്ചേ മതി. സ്വന്തം ഭാരം വഹിച്ചേ മതിയാവും. അപ്പൊ നിങ്ങൾ പറയും, ദൈവത്തോട് ഞാൻ അടുക്കത്തില്ല, ദൈവത്തോട് അടുത്താൽ കുരിശായിരിക്കും. അതുകൊണ്ട് ചില ആൾക്കാര് നിങ്ങൾ ദൈവത്തോട് അടുത്തില്ലെങ്കിലും കുരിശായിരിക്കും. എന്താ കാര്യം? അതായത് എൻ്റെ വിഷയം ഇതിനെ അഭിമുഖീകരിക്കുക എന്നല്ലാതെ പേടിക്കുക എന്നുള്ള ഒരു വിഷയമില്ല. ഈ മിശ്യാചരിത്രം പണ്ട് ജീസസ് എന്നും പറഞ്ഞ് ഒരു സിനിമ കണ്ടിട്ടുണ്ട്. 75 സിനിമയാണ് ജീസസ്, മലയാള സിനിമയാണ്. അതിനുശേഷം പിന്നെ മിശ്യാചരിത്രം വന്നു, പിന്നെ ജീസസ് നാസറത്ത് വന്നു, പിന്നെ ജീസസ് ക്രൈസ്റ്റ് സൂപ്പർ സ്റ്റാർ വന്നു, പിന്നെ അവസാനം പാഷൻ ഓഫ് ക്രൈസ്റ്റ് വന്നു. ഇപ്പോഴ് അടുത്ത സിനിമ ഈശോയെക്കുറിച്ച് വരാൻ പോകും. ഇപ്പം ജീസസ് ഞാൻ കാണുന്നത് എനിക്ക് 15 വയസ്സുള്ളപ്പോഴാണ് കാണുന്നത്. അതിൻ്റെ അകത്ത് എന്നെ വല്ലാതെ അങ്ങ് ബാധിച്ചൊരു സംഭവം അറിയാവാ. ഈ കുരിശ് കാണുമ്പോൾ കർത്താവ് ഇങ്ങനെ 2 കൈയോടും കോരിയെടുത്ത് ഇതിനെ ചുംബിക്കുന്നുണ്ട്. അതൊരു ഭയങ്കര കാഴ്ച, എൻ്റെ മനസ്സിന് മറക്കാത്തൊരു കാഴ്ചയാണ്. കുരിശിനോടുള്ള ക്രിസ്തുവിൻ്റെ ഒരു സമീപനമേ ഒരു വല്ലാത്ത സമീപനമാണ്. ഇപ്പം നിങ്ങൾ കുരിശല്ല പ്രശ്നം. ഞാൻ ഇന്നലെ നിങ്ങൾ പറഞ്ഞില്ല, എന്താണ് ഒരു കുരിശ് കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ കർത്താവിനെ കിട്ടുമെന്ന് ഓർക്കണം. അല്ലാതെ കർത്താവിനെ കിട്ടുമ്പോൾ കുരിശ് കിട്ടുമെന്നല്ല ഓർക്കേണ്ടത്. അത് പിശാചൻ അങ്ങനെ ഓർക്കണത്. അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, ചിലത് ജീവിതത്തിൽ കുരിശായിരിക്കും. നമ്മൾക്ക് അത് ഒന്നും ചെയ്യാനില്ല, ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാനേ ഉള്ളൂ. പിന്നെ എന്താണ്, കനത്ത തോളുണ്ടാക്കിയെടുക്കാനേ പറ്റത്തുള്ളൂ. അതാണ് സംഭവം. അതാണ് ഈശോ പറയണത്, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ. ഇപ്പം രണ്ടാമത്തെ ഈശോ ഗെത്സമനിൽ പോയി പറഞ്ഞത് എന്താ? രണ്ടാമത് ഈശോ ഗെത്സമനിൽ പോയി പ്രാർത്ഥിക്കണത് എന്താ? രണ്ടാമതും മൂന്നാമതും അത് തന്നെ പറയണത്, വാക്കിലൊന്നും മാറ്റമൊന്നും ഇല്ല. മത്തായി 26:42 രണ്ടാം പ്രാവശ്യവും അവൻ പോയി പ്രാർത്ഥിച്ചു, എന്റെ പിതാവേ ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ. അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അതാണ് സാധനം. അപ്പൊ ആദ്യത്തെ പ്രാർത്ഥന വിട്ടപ്പോൾ തന്നെ അതിന്റെ റിസൾട്ട് ഏറെക്കുറെ ഈശോ കിട്ടിയിട്ടുണ്ട്. ജീസസ് നോ ഓപ്ഷൻ, ഇതിനൊരു സെക്കൻഡ് ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. അവിടെ പ്രാർത്ഥന ഈശോ ചേഞ്ച് ചെയ്യാനാ കണ്ടില്ലേ? എന്താ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. അപ്പം ഇഷ്ടം നിറവേറുക എന്നുള്ളതാണ്. കുരിശ് മാറ്റുക എന്നതിനേക്കാളുപരി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കനത്ത തോളുണ്ടാക്കണതാണ് പ്രശ്നമെന്ന്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അതാണ് ഈശോ ഉണ്ടാക്കിയത്.
അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞില്ലേ, അതാണ് കനത്ത തോള്. അവിടെ വെച്ചാണ് ഈശോ കുരിശ് ചുംബിക്കണം എന്ന് ഞാൻ പറഞ്ഞില്ലേ. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു ഓട്ടിസമുള്ള കുഞ്ഞുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ അതിനെ ചുംബിക്കണം. എന്താ കാര്യം? കർത്താവ് അറിഞ്ഞ് നിനക്ക് തന്ന കുരിശ്, അത് ഉള്ളിടത്തോളം കാലം അതിനെ സൂക്ഷിക്കണം. ഞാൻ ഇന്നുവരെ മനസ്സിലാക്കിയിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഭാരപ്പെട്ട ജോലി ഒരു ഓട്ടിസം കുഞ്ഞിനെ സൂക്ഷിക്കുന്നതാണ്. അത് നമുക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാര്യം ഞാനൊരു ദിവസം 2-3 ഒക്കെ ആൾക്കാരെ കാണത്തില്ലേ, എല്ലാം ചെറുപ്പകാരികളല്ലേ. അപ്പം നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി മനസ്സ്. ഞാൻ പുറത്ത് കാണിക്കത്തില്ല. അതുങ്ങൾ ആ ജീവിതകാലം മുഴുവനെ കുഞ്ഞിനെ കൊണ്ടുപോകും. അപ്പം ഞാൻ ഓർക്കും, നമ്മളൊരു മഠത്തിൽ ചേർന്ന് ഒരു സിസ്റ്ററായിട്ട് ജീവിക്കണം വിചാരിച്ചു. ആ അനുസരണ, പിന്നെ അതുതന്നെ വ്രതവാഗ്ദാനത്തിലൂടെ, അതുപോലെ തന്നെ നമ്മളുടെ ചാസ്റ്റി, ശുദ്ധത, പിന്നെ ദാരിദ്ര്യം ഒക്കെ കീപ്പ് ചെയ്ത് ഒരു സിസ്റ്റർ ജീവിക്കണില്ലേ. അവരവരുടെ വ്രതത്തിലൂടെയാണ് വിശുദ്ധകളായി മാറുന്നത്. അതുപോലെ തന്നെയാണ് ഇത്. എന്നുവെച്ചാൽ അതായത് ആ വ്രതശുദ്ധിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കേണ്ടി വരുന്നത്. പക്ഷെ എൻ്റെ മക്കൾ ചെയ്യേണ്ടത് എല്ലാം ഈശോയെ പ്രതിയായിരിക്കണം. ഒരു കുരിശ് നമ്മൾ പറയണത് കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ എന്നല്ല പറയണത്, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ എന്നാണ് പറയണത്. അല്ല, കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങൾ രക്ഷിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? വിശുദ്ധ കുരിശിൻ്റെ എന്ന് വെച്ചാൽ ഒരു കുരിശ് പിതാവിൻ്റെ പേരിലെടുത്തപ്പോഴാണ് ഈശോയ്ക്ക് അത് വിശുദ്ധ കുരിശായത്. അതാണ് ഈശോ പറയണത്, എന്റെ പിതാവേ, എന്റെ പിതാവേ, ഞാൻ കുടിക്കാതെ ഇത് കടന്നു പോകയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം നിറവേറട്ടെ, അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ. ഇതാണ് വിശുദ്ധ കുരിശായി. ഈശോയുടെ കുരിശ് ഈശോ അത് പിതാവിൽ നിന്ന് സ്വീകരിച്ച കാരണം ആ കുരിശ് വിശുദ്ധ കുരിശായി. 2 കള്ളന്മാരുടെ കുരിശുണ്ട് അവിടെ, അത് വിശുദ്ധ കുരിശല്ല, സാധാരണ കുരിശാണ്. അത് ശാപം പിടിച്ച കുരിശ് തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളുടെ ഒരു സങ്കടത്തെ, ഒരു സഹനത്തെ ശാപമായിട്ടെടുക്കാം, അതേസമയം വിശുദ്ധ കുരിശായിട്ട് എടുക്കാം. കാര്യം അപ്പോൾ ഉയർപ്പ് സുനിശ്ചിതമാണ്. ഇപ്പോൾ ഓട്ടിസം പിടിച്ച ഒരു കുഞ്ഞിനെ സൂക്ഷിക്കുമ്പോൾ ഓർക്കുന്നത് നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. നിത്യജീവിതം ഉറപ്പായെന്നല്ല എൻ്റെ അർത്ഥം. ഞാൻ മാതാവിന് നേരെ കണ്ട ആളാണ്, 1 അല്ല 2 പ്രാവശ്യം. അപ്പം നിത്യജീവിതം എന്താണെന്ന് എനിക്ക് നല്ല സുന്ദരമായിട്ട് അറിയാം. അപ്പം അതുകൊണ്ടാണ് ഞാൻ എൻ്റെ മക്കൾ പറഞ്ഞത്, അപ്പോൾ നിങ്ങൾ ആ കുഞ്ഞിനെ ചുംബിച്ചെടുക്കണം. അപ്പം അതുപോലെ നിങ്ങളെ രോഗികളെ, നേഴ്സുമാർ, എന്തുമാത്രം നേഴ്സുമാർ അവിടെ എഴുതിയിരിക്കണേ. അപ്പം അവരാ രോഗികളെ പോയി കാണുമ്പോൾ അവരെ കർത്താവ് നമുക്ക് ശുശ്രൂഷിക്കുമ്പോൾ അവരെ ആദരവോടെയാണ് അതിനോട് ചെയ്യേണ്ടത്. ഇത് കർത്താവിൻ്റെ കുരിശാണെന്ന രീതിയിൽ ആദരവോടെ. അപ്പം അത് എല്ലാ കാര്യവും ഇങ്ങനെ വീടുകളിലാണെങ്കിലും നമുക്ക് ക്ലേശം പിടിച്ച വിഷയങ്ങൾ ചെയ്യുമ്പോൾ ആ കുരിശിനെ നിങ്ങൾ വിശുദ്ധ കുരിശാക്കണം. എങ്ങനെയാണ്? അത് സാധാരണ കുരിശായിരിക്കും. രോഗിയായ അമ്മുമ്മ വീട്ടിൽ കിടക്കുകയല്ലേ, സാധാരണ കുരിശാണത്. തുറും മുള്ളും എല്ലാം കട്ടലയിലാണ്, കുരിശാണ്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പറയും മലവാടി ചത്താൽ മതിയായിരുന്നെന്ന് പറയും ഇവർ. ആര്? നമ്മളെല്ലാവരും. എന്ന് പറഞ്ഞു പോകും മനുഷ്യൻ. പക്ഷേ എന്നിട്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിലും കർത്താവേ, ഞാൻ കുടിക്കാതെ ഈ പാനപാത്രം കടന്നു പോകത്തില്ലെങ്കിൽ അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞത് വിശുദ്ധ കുരിശാക്കി മാറ്റണം. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തുമാത്രം നിത്യത നമുക്ക് ഉറപ്പായി മുന്നോട്ട് പോകാൻ എന്തുമാത്രം അവസരങ്ങളുണ്ട്. ഈ വിശുദ്ധ വാരത്തിൽ എല്ലാം വിശുദ്ധമാക്കി മാറ്റാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ. ഞാൻ അതിനു മുമ്പ് പല ഏജൻസിക്കാരെ വിളിക്കുമായിരുന്നു എനിക്കിങ്ങനെ UK പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഏജൻസിക്കാരും എൻ്റെ പ്രൊഫൈൽ എടുക്കുന്നില്ല. കാരണം അവർ പറയുന്നത് ഡിപ്പെൻസിനെ വെച്ച് കൊണ്ടുപോകാൻ നോക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് താല്പര്യമില്ല ഈ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കാൻ. കാരണം അത് എത്രത്തോളം സക്സസ് ആകും എന്നുള്ളത് അവർക്കറിയത്തില്ല. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ അവരെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് അവരെടുക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനൊരു ഏജൻസിക്കാരെ കോൺടാക്റ്റ് ചെയ്യുകയും അവരെൻ്റെ പ്രൊഫൈൽ എടുക്കാമെന്ന് പറയുകയും അവർ പ്രോസസ്സിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അവർ 3-4 യൂണിവേഴ്സിറ്റിയിലേക്ക് എൻ്റെ ആപ്ലിക്കേഷനൊക്കെ അയച്ചു. അങ്ങനെ ഞാൻ ഉടമ്പടി പ്രാർത്ഥന ചെല്ലുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ആ സമയത്ത് ഹൈദരാബാദായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണേലും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുകയും പത്രം വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു.
ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ എനിക്ക് കൃപാസന പത്രം എന്താ ചെയ്ത് പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. വീടുകൾ കയറി ഇറങ്ങി ഞാൻ പത്രം കൊടുക്കുന്നുണ്ടായിരുന്നു. നാട്ടിൽ വരുമ്പോഴൊക്കെ എനിക്കവിടെ ഹൈദരാബാദ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് എനിക്ക് അവിടുന്ന് 2 യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു. എനിക്കൊരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് ആപ്ലിക്കേഷൻ എൻ്റെ എടുത്തു സക്സസ് ആയി എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ഡേറ്റും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നു. ഞങ്ങൾ പൈസയൊക്കെ അറേഞ്ച് ചെയ്ത് വന്ന സമയം ആയപ്പോഴത്തേക്കും ഇവർ ഫസ്റ്റ് ഡെഡ് ലൈൻ തന്ന ഡേറ്റ് നവംബർ 11 ഈ നവംബർ 11 മുമ്പ് യൂണിവേഴ്സിറ്റി തന്നെ ഡെഡ് ലൈൻ അങ്ങ് ക്ലോസ് ചെയ്തു. അവർ പറഞ്ഞു നവംബർ 11 മുമ്പ് അടയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ നവംബർ 11 ആയപ്പോഴത്തേക്കും ക്യാഷ് റെഡിയായി വന്നപ്പോഴത്തേക്കും യൂണിവേഴ്സിറ്റി ക്ലോസ് ചെയ്തുകൊണ്ട് എനിക്ക് ആ യൂണിവേഴ്സിറ്റിയിൽ ആ സമയത്ത് എനിക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, ദൈവം മാതാവ് എന്നെ കൈവിടുവാണോ, ഞാൻ എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ കിട്ടാത്തതെന്നൊക്കെ ഓർത്തിരുന്ന് എൻ്റെ ഉടമ്പടി എന്തായാലും നവംബർ 15 എൻ്റെ ഉടമ്പടി തീരും. എനിക്ക് ഉടമ്പടി തീരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഈ വർഷമെങ്കിലും കയറി പോയില്ലെങ്കിൽ എനിക്ക് ഒരു മാർഗവും ഇല്ല. കാരണം UK അവർ നിയമങ്ങളൊക്കെ കർശനമാക്കിക്കൊണ്ട് വരുന്നു. ഡിഫൻസിനെ കൊണ്ടുപോകാൻ സാധിക്കുകയില്ല, സ്റ്റുഡൻറ്റ് വിസയിൽ പോകുന്നവർക്ക് നിയമങ്ങൾ മാറുന്നു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ പല ദിവസവും രാവിലെ എഴുന്നേറ്റ് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് നവംബർ 1 നവംബർ 15 എൻ്റെ ഉടമ്പടി തീരുന്നു. നവംബർ 1 ഞാൻ ഒരിക്കലും വിചാരിക്കാത്ത ഒരു അത്ഭുതം മാതാവ് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചു. ഞാൻ UK ഒരു ജോബ് വിസയ്ക്ക് പോകണമെന്ന് ഒരു സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ സ്റ്റുഡൻറ്റ് വിസ എന്ന് തന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് നവംബർ 1 എന്നെ ഒരു ഏജൻസിക്കാർ വിളിക്കുന്നു. നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ച് എൻ്റെ എഡ്യൂക്കേഷൻ വെച്ചിട്ട് എനിക്ക് UK ജോബ് വിസയ്ക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് ഏജൻസിക്കാർ ഇങ്ങോട്ട് പറയുകയും ഞങ്ങൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാക്കി കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ആ ജോലി ഏറ്റവും അനുയോജ്യമാണെന്ന് കാണുകയും ഞാൻ പലരോട് അന്വേഷിച്ചു, UK വർക്ക് ചെയ്യുന്നവരോടൊക്കെ അന്വേഷിച്ചപ്പോൾ എല്ലാവരും എന്നോട് പറഞ്ഞത് ഏറ്റവും നല്ല വിസയാണ്, ഇനി സ്റ്റുഡൻറ്റ് വിസ എന്നുള്ള വിഷയം അങ്ങ് വിട്ടേര്, ജോബ് വിസയ്ക്ക് കയറി പോരാൻ പറ്റിയ അതായിരിക്കും നല്ലതെന്ന് പറയുകയും ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്ക് എൻ്റെ ഫാമിലീനെയും ഹസ്ബൻഡിനെയും കൊച്ചിനെയും ഈ കൂടെ തന്നെ കൊണ്ടുപോയി അവർക്കും അവിടെ ഹസ്ബൻഡിന് അവിടെ ജോലി ചെയ്യാമെന്നുള്ളൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ ഈ വിസയിൽ ഏജൻസിക്കാർ തരികയും അങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് മാതാവ് ഏറ്റവും വലിയ അനുഗ്രഹം, ഞാൻ ഒരിക്കലും എൻ്റെ ജീവിത സ്വപ്നം പോലും കാണാത്ത അത്രയും സാലറിയിൽ എനിക്ക് മാതാവ് എനിക്കൊരു ജോലി അവിടെ നേടിത്തന്നു. ഇത് ജോലിയെല്ലാം കിട്ടി. ഇതെല്ലാം കഴിയുമ്പോൾ എനിക്കൊരു പേപ്പർ വരാനുണ്ട്. അത് ഒറ്റ പേപ്പറും കൂടി വന്നാൽ എനിക്ക് UK പോകാം. ആ പേപ്പർ വരാൻ ഇച്ചിരി താമസമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 22 ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഞാൻ മാതാവിനോട്, നാളെ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കി ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് ആ പേപ്പറും കൂടി ഒന്ന് മാതാവ് വരുത്തി തരണം. ഞാൻ ഇവിടുന്ന് ഉടമ്പടി പുതുക്കി ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഏജൻസിയിൽ നിന്ന് കോള് വരണം, എനിക്ക് ആ പേപ്പറും കൂടി കിട്ടി എന്നുള്ള കോള് വരണം എന്ന് പറഞ്ഞ് ഞാൻ മാതാവിനോട് ഇവിടുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 22 വൈകുന്നേരം 10:03 എന്നെ ഏജൻസിയിൽ നിന്ന് വിളിക്കുന്നു, നിങ്ങൾക്ക് വന്ന ലാസ്റ്റ് ഉള്ള പേപ്പറും കൂടി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്, ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിനി നിങ്ങളുടെ ഏതൊരു പറ്റിക്കലൊന്നുമല്ല, നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് UK ജോലിക്ക് പോകാമെന്ന് പറഞ്ഞ് എനിക്ക് അവസാനമായിട്ട് ആ കോളും കൂടി വന്നു. അതോടുകൂടി ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഞാൻ മാതാവ് എനിക്ക് തന്ന ഈ വലിയൊരു അനുഗ്രഹം ഞാൻ ഒരു കാലത്തും മറക്കുകയല്ല. കാരണം എനിക്ക് അത്രയ്ക്കും ആഗ്രഹമായിരുന്നു പുറത്തു പോകണം, എൻ്റെ കുടുംബത്തെ ഒന്ന് പുറത്ത് കൊണ്ടുപോകണം, ഞങ്ങൾക്കൊന്ന് പുറത്ത് പോയി സെറ്റിൽ ആവണം എന്നൊക്കെ ഉള്ളത്. അത് മാതാവ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം മാത്രമാണ് എനിക്ക് ഇത്രയും വലിയൊരു അനുഗ്രഹം മാതാവ് എനിക്ക് തന്നത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന മാതാവിനും കൃപാസനം പ്രസാദര മാതാവിനും ഈശോയ്ക്കും ഒരുപാട് നന്ദി. ജോലിക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. കാരണം സീനിയർ കെയർ വിസയാണ് കിട്ടിയേക്കുന്നത്, നല്ല ജോലിയാണ്. എനിക്ക് കിട്ടിയേക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ലിവിങ് കോസ്റ്റ് ഏറ്റവും കുറവുള്ളൊരു സ്ഥലമാണ്. അടുത്ത് തന്നെ പള്ളി, കൊച്ചിനെ പഠിപ്പിക്കാൻ സ്കൂള്, എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയാണ് എനിക്ക് മാതാവ് ഈ അനുഗ്രഹം തന്നിരിക്കുന്നത്. 5 വർഷത്തിന് ശേഷം എനിക്ക് PR അപേക്ഷിക്കാമെന്നുള്ളൊരു ഇതും കൂടി ഇതിനകത്ത് തന്നിട്ടുണ്ട്. എൻ്റെ പേര് കൊച്ചുറാണി. ഞാൻ മുണ്ടക്കയം പ്രദേശത്ത് നിന്ന് കൂട്ടിക്കൽ ഇടവകയിൽ സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് 25 വർഷമായിട്ട്
ഞങ്ങൾക്ക് വീടോ സ്ഥലമോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒക്ടോബർ 18 തീയതിയാണ് ഇവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഡിസംബർ 23 തീയതി പള്ളി വക എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ശരിയാവുകയും വീടിന് വേണ്ടി ഞങ്ങൾ കുറേ അതിലെതിലെയൊക്കെ പലരോടും അന്വേഷിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പള്ളി വകയിൽ നിന്നും ആദ്യം ഞങ്ങൾ ചോദിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൻ്റെ ഇതിൽ വീട് തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ അന്വേഷണമൊക്കെ വന്നപ്പോൾ ഞങ്ങൾക്ക് വെള്ളപ്പൊക്കത്തിൽ വീട് പോയിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളെ പുറകോട്ടാക്കി മാറ്റിയായിരുന്നു. അതുകൊണ്ട് ഞാൻ വീണ്ടും വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് കൊണ്ടാണ് വീണ്ടും പള്ളിവക ഇടപെട്ട് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ അവർ വീണ്ടും ചെയ്തു തന്നത്. 18 തീയതി ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എനിക്ക് വീടിനുള്ള കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങിയതും. ഡിസംബർ 23 തീയതി വീട് നിർമ്മിക്കാനുള്ള സാധനങ്ങൾ ഞങ്ങളുടെ പറമ്പിൽ കൊണ്ടുവന്നിടുകയും ഫെബ്രുവരി 18 തീയതി ഞങ്ങൾക്ക് കയറിത്താമസം നടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് മൈഗ്രെയിൻ എന്ന തലവേദന, കൂടിയ തലവേദന എപ്പോഴും വരുമായിരുന്നു. ഒരു ശകലം വെയിൽ കൊള്ളാനോ യാത്ര ചെയ്യാനോ ഉറക്ക വിളയ്ക്കാനോ ഒന്നും പറ്റത്തില്ലാത്ത ഒരവസ്ഥ. 10 വർഷമായിട്ട് എനിക്ക് ഉണ്ടായിരുന്നതാണത്. എൻ്റെ നാലാമത്തെ കുഞ്ഞിനെ പാൽ കൊടുക്കുന്ന സമയം മുതൽ എനിക്ക് തുടങ്ങിയതാണ്. അത് തലവേദന വന്നാൽ എൻ്റെ ഞരമ്പെല്ലാം ഇവിടെ ഇങ്ങനെ തടിച്ച് ഈ ഒരു സൈഡ് മുഴുവൻ പൊട്ടിപ്പോകുന്ന വേദനയായിരിക്കും. ഞാൻ തലയൊക്കെ ഇടിച്ചിട്ടുണ്ട്. അതുപോലെ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ട് പോലും ഉണ്ടായിരുന്ന കാര്യമായിരുന്നില്ല. എന്നിട്ട് ഞാനിവിടെ ജപമാല റാലി പങ്കെടുക്കാനായിട്ടും വന്നായിരുന്നു. കൃപാസനത്തിൽ നിന്നും നമ്മുടെ അർത്തുങ്കപ്പള്ളിയിലേക്കുള്ള നടന്നുള്ള ജപമാല റാലിയിൽ ഞാൻ ആ വെയിലും കൊണ്ട് പോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ ഈ തലവേദനയുടെ കാര്യമൊന്നും ഓർത്തതേ ഇല്ല. 2-3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെയാണ് ശ്രദ്ധിച്ചത്, എനിക്കിപ്പോൾ തലവേദന ഇല്ലല്ലോ എന്ന്. ഉടമ്പടിയിൽ വെച്ചിരുന്ന കാര്യമല്ല ഈ തലവേദന കാര്യം. അതുകൊണ്ട് ഞാനതൊന്നും ഓർത്തുമില്ല. അത് കഴിഞ്ഞ് ഈ വെയിൽ കൊണ്ട് വന്നപ്പോൾ ഞാൻ ഓർത്തു, ഇന്ന് വീട്ടിൽ വരുമ്പോൾ തലവേദനയായിരിക്കും, ക്ഷീണമായിരിക്കുമല്ലോ, കെട്ടിയം വഴക്ക് പറയുമല്ലോ എന്നൊക്കെ ഓർത്തു. പുള്ളിക്ക് ഇതിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളും കൂടെയാണ്. അപ്പോൾ അന്നേരമാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കിപ്പോൾ തലവേദന ഇല്ലെന്നുള്ളത്. അല്ലെങ്കിൽ എൻ്റെ കണ്ണെല്ലാം അടഞ്ഞ് കണ്ണൊക്കെ കിറങ്ങി ഇറങ്ങിയിരിക്കുക, കണ്ണൊക്കെ ചുമന്ന്. അന്ന് ഞാൻ നല്ല ഉഷാറായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കാലിൽ വെരിക്കോസിന് പ്രശ്നമുള്ളതാണ്. കുറച്ച് ദൂരം പള്ളിയിലോട്ട് പോലും ഞാനൊന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ കാല് നീര് വെക്കും, ഞരമ്പ് വല്ലാതെ ഉരുണ്ട് തടിച്ച് വീർത്ത് വരും. എനിക്ക് ഈ ജപമാല റാലിയിൽ പങ്കെടുത്തപ്പോൾ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്പീഡിൽ പറക്കുകയായിരുന്നു എൻ്റെ ഈ കാലും കൊണ്ട്. ഞാൻ നടന്ന ദൂരം പോലും ഞാൻ അറിഞ്ഞില്ല. ഒരു വേദനയോ നീരോ ഒന്നും വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ കാലിൽ അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ നടന്ന കാലാന്ന് പോലും പറയില്ല. അതുപോലെ എൻ്റെ കാലിനൊരു വേദനയില്ലാതെ മാതാവിനെ എടുത്ത് പറപ്പിക്കുമായിരുന്നു പള്ളിയിലോട്ട്. എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോലും അറിഞ്ഞില്ല അവിടം വരെ എത്തിയത് എങ്ങനെയെന്ന്. വെരിക്കോസ് എൻ്റെ രണ്ടാമത്തെ മകളെ ഗർഭിണിയായപ്പം മുതലുള്ളതാണ്. അവൾക്കിപ്പോൾ 18 വയസ്സായി. 18 വർഷമായിട്ട് ഈ വെരിക്കോസിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുള്ളതായിരുന്നു. പിന്നെ എനിക്ക് ഈ മാതാവിനെ എങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചാൽ, ഫേസ്ബുക്കിനകത്ത് 4-5 വർഷം മുമ്പ് ഈ മാതാവിൻ്റെ ഒരു ഫോട്ടോ കണ്ടു. ആ സമയത്ത് ഇൻ്റർനെറ്റിലൊക്കെ നമുക്ക് ഒത്തിരി മാതാവ് അവിടെ ഇവിടെയൊക്കെ പ്രത്യക്ഷപ്പെടുന്നുള്ള ഓരോ ഇതല്ല നമ്മൾ കാണുന്നത്. അതുകൊണ്ട് എനിക്കിത് വിശ്വാസമൊന്നും ഇല്ലായിരുന്നു. മാതാവിന് വേറെ പണിയൊന്നുമില്ല, ഇത് ചുമ്മാ മനുഷ്യർ പറയുന്നതെന്നേ ഞാൻ കരുതിയുള്ളൂ. അത് കഴിഞ്ഞ് എനിക്ക് വീടിൻ്റെ വിഷമം വന്നപ്പം ഞാൻ ഈ യൂട്യൂബിനകത്ത് ഓരോ ലിങ്ക് തപ്പുമായിരുന്നു, ഓരോ ആതിരാലയങ്ങളൊക്കെ വീടുകൾ വെച്ച് കൊടുക്കുന്നത്. അങ്ങനെ തപ്പി അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ജോസഫ് അച്ഛൻ്റെ ഈ ധ്യാനം ഇങ്ങനെ കാണുന്നതും മാതാവിൻ്റെ ഫോട്ടോ വീണ്ടും ഞാൻ കാണുകയാണ്. അപ്പോൾ അങ്ങനെ ഞാൻ എന്നാൽ ഇതൊന്ന് നോക്കിയേക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വെറുതെ അങ്ങനെ അച്ഛൻ്റെ ധ്യാനം കേൾക്കുകയും പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കുകയും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെയാണ് എനിക്ക് പിന്നെ ജപമാല ഈ സമ്പൂർണ്ണ ജപമാലയൊക്കെ ഞാൻ അതിനകത്ത് കണ്ടു. പിന്നെ ഞാൻ ഓരോ ജോലിയും ചെയ്യുമ്പോൾ ഈ ഫോൺ ഓണാക്കി വെച്ചിട്ട് സമ്പൂർണ്ണ ജപമാല റാലി ഒരാഴ്ചയോളം ഞാൻ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു ദിവസം പിന്നെ എനിക്കങ്ങോട്ട് ഇവിടെ വരണമെന്നുള്ള ഭയങ്കര ആഗ്രഹമാണ്. എന്നെ ആരോ പ്രേരിപ്പിക്കുന്നത് പോലെയായിരുന്നു. ഒരു ദിവസം രാവിലെ വെളുപ്പിനെ എഴുന്നേൽക്കുമ്പോൾ എന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു.
അത് എന്നെ ആരും ഇതുപോലെ അങ്ങനെ വിളിച്ചിട്ടില്ല. നല്ല കേൾക്കുമ്പോൾ തന്നെ നല്ലൊരു മധുരമുള്ളൊരു സ്വരത്തിലാണ് എന്നെ വിളിച്ചത്. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെ ഇത്രയും വെളുപ്പിനെ വന്ന് ഇവിടെ വിളിക്കാൻ, അങ്ങനെ അയലോക്കത്തൊന്നും ആരും വന്ന് വിളിക്കാനൊന്നും ഇല്ല. അപ്പം ഞാൻ ഓർത്ത് എന്നെ ആരെ വിളിക്കുന്നത്, പെട്ടെന്ന് ഞാൻ ഞെട്ടി എണീക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി എന്നെ ഇങ്ങനെ വെളുപ്പിനെ ആരോ വന്ന് വിളിച്ചു. അപ്പോഴേ ചേച്ചി പറഞ്ഞു, നീ ഒന്നും പേടിക്കണ്ട, നിന്നെ മാതാവാണ് വിളിച്ചത്, നീ കൃപാസനത്തിൽ പോകണമെന്ന് പറഞ്ഞു. നീ പോകണം, പോയി ഉടമ്പടി എടുക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുത്തത്.